ഹായ് ഹലോ നമസ്കാരം. ഞാൻ ആദ്യം ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിയാണ്, അഖിലനാരിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ എന്ന്. ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവൾ പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു വെച്ചായിരുന്നു. പുള്ളിക്കാരിന്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖിലി ആ കോഴ്സിന് കൊണ്ട് ചേർത്തു. പുള്ളിക്കാരൻ ഇന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടിരുന്ന പറ്റില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളി ഉണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റ് പുള്ളിക്കാരനായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനായിട്ട് ഒളിച്ചോടി പോകുന്നു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു നോക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു, ശരിക്കും എന്താണ് പറ്റിയെന്നൊന്നും അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കണം, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗ് എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മാനസികാവസ്ഥ കണ്ടല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ മേഘ ആണ് ഒളിച്ചോടിയിരിക്കുന്നത്. അഖിലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കൊറോണ ടൈമിലാണ് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ടൈമിൽ. അപ്പോൾ അങ്ങനെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. നേവിയിൽ എന്തോ ആണെന്ന് തോന്നുന്നു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. അതിലൂടെ നല്ല രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ആ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണും, ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര ആർഭാടപൂർണമായിട്ടായിരുന്നു വിവാഹമൊക്കെയും നടത്തിയിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഒളിച്ചോട്ടാണ്, അതും ബസ് ഡ്രൈവറോടൊപ്പം. അനൂപെന്ന കൊണ്ടാണ് ആളുടെ പേര്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിത് വിശ്വസിച്ചില്ല. കാരണം ഇവർ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായി പ്രവർത്തിച്ചാൽ ഒന്നിൽ ചിലപ്പോൾ അൺഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ റിമൂവ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. മിക്ക സെലിബ്രിറ്റീസുകൾ ഇപ്പോൾ വിവാഹം കഴിക്കുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, വിവാഹം കഴിക്കുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു. ഇതിനേക്കാളും അവർക്ക് വിവാഹം കഴിക്കാതിരുന്നാൽ മതി. അതൊക്കെയാണ് സെലിബ്രിറ്റീസുകളുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തികളെ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. കാരണം 2-3 ദിവസം മുന്നേ തന്നെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ നിന്ന് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ 2 ദിവസം മുന്നേ രാത്രി 10 മണിക്കാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പയ്യൻ അനൂപ് എന്ന് പറയുന്ന ആ ബസ് കണ്ടക്ടർ, പ്രൈവറ്റ് ബസ് കണ്ടക്ടർ വീടിന് മുന്നിൽ കാറുമായിട്ട് വന്നു. അവിടെ നിന്ന് കയറിപ്പോയി എന്ന രീതിക്കാണ് പറയുന്നത്. പക്ഷേ ഇവൾക്കൊരു കാര്യം ചെയ്യാമായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ചില കുട്ടികൾ ചിലപ്പോൾ തുറന്നു പറയാറില്ല. അവർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം ഓരോരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും. എന്തും സഹിച്ച് എന്തും ബുദ്ധിമുട്ടി ജീവിക്കുന്ന തലമുറയല്ല ഇന്നത്തത്. അതൊക്കെയും മനസ്സിലാക്കാം. പക്ഷേ എന്തെന്നുള്ളത് പറഞ്ഞതിന് ശേഷം, ഒരു ഡിവോഴ്സ് കൊടുത്തതിന് ശേഷം ഇവൾക്ക് പോകാമായിരുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നി ചിലപ്പോൾ അവരുടെ കൂടെ ജീവിക്കുന്നത് താല്പര്യമില്ല, അവർക്ക് കെയറിങ് ഇല്ല, അല്ലെങ്കിൽ മറ്റ് ശാരീരിക ബന്ധത്തിൽ വലിയ തൃപ്തിയില്ല, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല, പിന്നെ എനിക്കൊരു ഫ്രീഡം ഇല്ല, അങ്ങനെയൊക്കെ പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്താ റീസൺ എന്നുള്ളത് പറയാമായിരുന്നു. ഇതിപ്പോൾ ഈ കുട്ടിക്കൊരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. കോഴ്സിനെ കൊണ്ട് ചേർത്തതും അഖിൽ തന്നെയാണ്. അപ്പോൾ ഡെയിലി ബസ്സിലാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബസ്സിലെ കണ്ടക്ടറുമായിട്ടാണ് പ്രണയത്തിലാകുന്നത്. എന്തായാലും ഇങ്ങനൊരു ചതി വേണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ആദ്യം ബന്ധുക്കളോടും നിങ്ങളുടെ വീട്ടുകാരോടും പറഞ്ഞ് നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ ഒപ്പം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം നിങ്ങൾ ഇഷ്ട രീതിക്ക് നിങ്ങൾക്ക് ജീവിക്കാം. ആരും പറയുന്നില്ല. കാരണം ഇല്ലാത്തൊരു ജീവിതത്തിൽ പിടിച്ച് കടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു കാലമല്ല ഇപ്പോഴത്തേത്. അതൊക്കെയും ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു റീസണും പറയാതെ ഒരാൾ കൂടെ ഇരുന്ന് കൊണ്ട് ചതിക്കുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആര് തന്നെ ആയിരുന്നാലും. കാരണം ഈ ഇടയ്ക്ക് അഖിലിൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ പോലും നിങ്ങൾ അവൻ്റെ ഒപ്പം ഉണ്ട്. ഞാൻ ആ റീലൊക്കെയും ഞാൻ ആ വീഡിയോസൊക്കെയും കണ്ടതാണ്. കാരണം ഞാൻ ഇവരുടെ അടക്കം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് സിനിമ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എത്താനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ അതിലൂടെ അഖിൽ NRD എന്ന് പറയുന്ന, ഞാൻ അവരെ പറ്റി വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ എടുത്ത് പറഞ്ഞു. കാരണം ഇവരുടെയൊക്കെ വീഡിയോ ഞാൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് കേട്ടപ്പോഴത്തേന് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. കാരണം ഒരു പ്രശ്നവും ഇല്ല, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു കുടുംബമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതാണ്.
നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതല്ല ജീവിതത്തിൽ നടക്കുന്നതെന്ന് വീണ്ടും തെളിയിച്ചൊരു കേസ് കൂടെയാണ് ഈ അഖിലിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഒരുപാട് ഒളിച്ചോട്ടങ്ങളും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ബന്ധങ്ങളും നമ്മൾ ഡെയിലി ന്യൂസിൽ കാണുന്നതാണ്. അപ്പോൾ അതിലൊക്കെയും ഇങ്ങനെയാണ്. ഇന്നലെയും ഞാനൊരു വാർത്ത കണ്ടു. മനുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഫേസ്ബുക്കിലൂടെ ഒരു അമ്മു എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് വളരെ മോശമായിട്ടുള്ള തരത്തിൽ മെസ്സേജുകൾ വരികയാണ്. താല്പര്യമുണ്ടോ, സെക്സിൽ താല്പര്യമുണ്ടോ, എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ രീതിക്ക് വളരെ മോശമായിട്ടുള്ള മെസ്സേജുകൾ. അപ്പോൾ ഈ മെസ്സേജുകൾ ഭർത്താവിനെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. ആളവർ പിടികിട്ടി, എല്ലാം മനസ്സിലായി കഴിഞ്ഞു. തൊട്ടടുത്തുള്ള വീട്ടുകാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ഹായ് മെസ്സേജ് എങ്കിലും വരാത്ത ആൾക്കാരുണ്ടാവില്ല. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ തീർന്നു. നമ്മൾ ആർക്കും റിപ്ലൈ കൊടുക്കാതിരുന്ന അവിടെ കഴിഞ്ഞു. റിപ്ലൈ കൊടുക്കാൻ പോയതിലാണ് പിന്നെ അടുത്ത് അങ്ങനെ ഓരോന്നും സംസാരിച്ച് വരുന്നത്. അപ്പോൾ ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി. കാരണം നമ്മളെ നല്ലപോലെ അറിയാം, നമ്മുടെ കാണുന്നവരാണ്, നമ്മുടെ വീട് അങ്ങനെയാണ്, നമ്മുടെ രീതി അങ്ങനെയാണ് ഒക്കെയും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി നമുക്ക് മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലോ സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ് നമ്മളടുത്ത് ഇങ്ങനെയൊക്കെയും സംസാരിക്കുന്നതെന്നെങ്കിലും ഒരു ഇതുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള അയൽവാസിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ നാട്ടിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഫേക്ക് ഐ ഡിയിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്നും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയ കുറച്ച് ദിവസം മുന്നേയും ഷഹള എന്ന് പറയുന്നൊരു വ്യക്തിയും പിന്നെ ഒരു ബസ് കണ്ടക്ടറിൻ്റെ ഭാര്യ ഒളിച്ചോടിയ രഞ്ജീഷിൻ്റെ ഭാര്യ ഇതുപോലെ അവനെ ചതിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു മേഘ എന്ന് പറയുന്നൊരു കുട്ടി, അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പറയാനിടയായത്. കാരണം ഇവർ ഇൻഫ്ലുവൻസേഴ്സാണ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സാണ്, ഇങ്ങനെയൊക്കെയും പറഞ്ഞു നിൽക്കുന്നവരാണ്. കാരണം ഈ അഖിലിൻ്റെ ഫോളോവേഴ്സിലുള്ള പലരും ഈ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു റീച്ച് ഉണ്ടാകുന്നത്. അതൊന്നും മാനിക്കാതെ തൻ്റെ റീച്ചിലൂടെ അല്ലല്ലോ ഈ ഒരു റീച്ച് കിട്ടിയത്. താൻ ആരെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അഖിലിനെ കെട്ടിയതിൻ്റെ പേരിലാണ് ഈ കുട്ടിക്ക് ഒരു റീച്ചും കാര്യങ്ങളൊക്കെയും വന്നിട്ടുള്ളത്. പക്ഷേ അത് കാണിച്ചത് വളരെ തെറ്റായിപ്പോയി. നിങ്ങൾക്ക് പോകണ്ട അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണ്ട അങ്ങനെയൊന്നും പറയുന്നതല്ല ഞാൻ. പെൺപിള്ളേർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ജീവിക്കാനൊക്കെയും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം അതൊക്കെയും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം പോകാമായിരുന്നു, അല്ലെങ്കിൽ അത് ബന്ധം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം പോകാമായിരുന്നു. ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ അല്ല നിങ്ങൾ അയാളെ ചതിക്കേണ്ടത്, കേട്ടോ. അതെനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ.